ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഒരുപാട് നാളായിട്ട് ലൂക്കാസിൻ്റെ ബർത്ത്ഡേ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട് എന്നെ കൊണ്ട് ഇതുവരെ ഇടാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇന്ന് ലൂക്കാസിൻ്റെ ബർത്ത്ഡേ വീഡിയോ ഇടണം എന്ന് തന്നെ വിചാരിച്ച് ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് എഡിറ്റിങ്ങൊക്കെ. ലൂക്കാസിൻ്റെ ബർത്ത്ഡേ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് ഒരു മാസം മുമ്പേ ഞാൻ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓടുമായിരുന്നു. ലൂക്കാസിൻ്റെ ഡ്രസ്സിന് വേണ്ടി തന്നെ ഒരു 3-4 ഷോപ്പിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് ഞാനും അച്ചാച്ചനും ലൂക്കാച്ചനും ഗ്രേപ്പ് വൈൻ കളർ ചെയ്യാമെന്നായിരുന്നു. അങ്ങനെ നമ്മൾ ലുലുവിലൊക്കെ പോയപ്പോഴത്തേക്കും ഗ്രേപ്പ് വൈൻ തന്നെ കിട്ടി. പക്ഷേ അതൊരു കറക്റ്റ് ആ ഒരു കളറായിട്ടില്ലായിരുന്നു. ലാസ്റ്റ് ഷീമാറ്റി പോയപ്പോഴായിരുന്നു കറക്റ്റ് കിട്ടിയത്. അങ്ങനെ ലൂക്കാസിൻ്റെ ബർത്ത്ഡേ ദിവസത്തിൽ ഇപ്പം ഞങ്ങളൊന്ന് ബർത്ത്ഡേക്ക് വേണ്ടി ഒരുങ്ങിയൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ പോയി ഞാൻ സാരി ആയിരുന്നു എടുത്തിരുന്നത്. എനിക്ക് നല്ല അടിപൊളിയായിട്ടൊക്കെ ചേച്ചി സാരി കൊടുത്തൊന്ന് സെറ്റാക്കി. ഞാൻ ആദ്യം കൈ ഇങ്ങനെ ഇറക്കിയായിരുന്നു ഇട്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്ത് ഡാൻസ് കളിക്കാനുള്ളതുകൊണ്ട് ഇങ്ങനെ ഇറക്കിയിട്ട് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ഞാൻ വേറെ രീതിയിൽ പ്ലേറ്റൊക്കെ എടുത്ത് പിന്നൊക്കെ കുത്തിപ്പിച്ച് സെറ്റാക്കി. അങ്ങനെ ഞങ്ങൾ നേരെ ഹാളിലോട്ട് പോവുകയാണ് ഗൈസ്. ലൂക്കാച്ചന് എന്താ നടക്കാൻ പോകുന്നതെന്നൊന്നും അറിയത്തില്ല. ലൂക്കാച്ചന് ഇങ്ങനെ എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് അവന് മനസ്സിലായി. പിന്നെ തലേന്ന് വീട്ടിൽ റിലേറ്റീവ്സൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്കും അവന് മനസ്സിലായി അവൻ എന്തോ ഒരു പ്രോഗ്രാമാണ് നടക്കാൻ പോകുന്നത് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ജാടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ നമ്മളെ പ്രോഗ്രാമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഫോട്ടോഗ്രാഫർ ഞങ്ങളെ ഹാളിൻ്റെ താഴെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലെനിക്ക് കുറേ എല്ലാ ഫോട്ടോസും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനൊരു 2-3-4 ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ലൂക്കാച്ചൻ്റെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഹാളാണ് ഈ കാണുന്നത്. ഈ പോകുന്നതിൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്തതിൻ്റെ ഫ്രണ്ടാണ്. ഇത് നമ്മൾ ആങ്കറിങ് ഇതേപോലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളായിട്ടുള്ള ചേച്ചിയാണ് ആങ്കറിങ് ചെയ്തത്. അപ്പോൾ ജിസ ചേച്ചിയായിരുന്നു ആങ്കറിങ് ചെയ്തത്. നല്ല അടിപൊളിയായിട്ട് ആങ്കറിങ് ചെയ്തിരുന്നു. നമ്മൾ തലേന്നായിരുന്നു കേട്ടോ. പെട്ടെന്ന് അത് ചേച്ചി എടുത്ത് പറഞ്ഞത് ചേച്ചി ഇന്ന് ആങ്കറിങ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി കൂളായിട്ട് ചേച്ചി പൊതുവേ എല്ലാം ഭയങ്കര എന്തുണ്ടെങ്കിലും എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ചാടിക്കയറി എല്ലാം ഭയങ്കര ബോൾഡായിട്ട് ചെയ്യുന്ന ആളായതുകൊണ്ട് ചേച്ചി അടിപൊളിയായിട്ട് ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ലൂക്കാച്ചൻ്റെ എൻട്രി ആയിരുന്നു. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബേബിജീൻ്റെ കായ് ആ സോങ് ആയതുകൊണ്ട് ഞങ്ങളത് ഇട്ടിട്ടായിരുന്നു അവരെ കൊണ്ടുപോയത്. അവനിങ്ങനെ ഞാൻ വിചാരിച്ചു അവൻ പേടിക്കുമായിരിക്കും എന്ന് വിചാരിച്ച് എല്ലാ ആളുകളെയൊക്കെ കാണുമ്പോഴത്തേക്കും. പക്ഷെ അവന് ഒരു പേടിയൊന്നുമില്ലായിരുന്നു. അവൻ ഇങ്ങനെ കൈയൊക്കെ എടുത്ത് ഇങ്ങനെ ഡാൻസ് ചെയ്താണ് സ്റ്റേജിലേക്ക് പോയത്. ആദ്യം തന്നെ ഞങ്ങൾ കേക്ക് കട്ടിങ് ആയിരുന്നു. നേരെ ചെന്ന് കേക്ക് കട്ടിങ്ങൊക്കെ അടിപൊളിയായിട്ടായിരുന്നു കേക്ക് കട്ടിങ്ങൊക്കെ നടന്നത്. അവന് ആളുകളൊക്കെ ഉണ്ടതിൻ്റെ ഒരു ജാടയാണ് അവൻ്റെ മുഖത്ത് കാണുന്നത്. ഇപ്പം ഈ കേക്ക് കട്ടിങ് ഇതൊക്കെ എൻ്റെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇത്ര ഭംഗിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ലൂക്കാച്ചൻ്റെ 1 വയസ്സിൻ്റെ കേക്ക് കട്ടിങ്ങും ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് നടത്തണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ദൈവം അനുഗ്രഹിച്ചത് നല്ലപോലെ ഞാൻ ആഗ്രഹിച്ചേക്കാളും ഒരുപാട് മുകളിലായിട്ട് നല്ലപോലെ നടന്നു എല്ലാ കാര്യങ്ങളും. സർപ്രൈസ് ആയിട്ടല്ലേ നിങ്ങൾ ഞെട്ടും. ഗൈസ്, അതുപോലെ തന്നെ വേറൊരു വിശേഷം കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ പപ്പായ്ക്ക് 60 വയസ്സായതിൻ്റെ ഒരു ചെറിയ ആഘോഷം കൂടെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നടത്തിയായിരുന്നത്. ഞാൻ സർപ്രൈസായിട്ടായിരുന്നു പപ്പായ്ക്ക് കൊടുത്തത്. കുറച്ച് ഒരു
ലൂക്കാസിൻ്റെ ബർത്ത്ഡേ ജൂലൈ 12-നാണെങ്കിൽ പപ്പാടത് ജൂലൈ 2-നായിരുന്നു 60 വയസ്സാവുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ സ്റ്റേജിൽ വെച്ച് തന്നെ പപ്പായ്ക്ക് ഒരു കേക്ക് കട്ട് ചെയ്യണം എന്നുള്ളത്. കാരണം ഞാൻ പൊതുവേ പപ്പായുടെയും അമ്മയുടെയും ആരുടെയും ബർത്ത്ഡേ ഞാൻ നോക്കി ആ ഒരു ഡേറ്റ് നോക്കി ആഘോഷിക്കുന്ന ഒരാളല്ല. ഞാനത് ഓർത്തിരിക്കത്തേ ഇല്ല. അപ്പോൾ അത് എപ്പോഴും എനിക്കൊരു വിഷമമാണ്. ഞാൻ അതൊക്കെ കഴിയുമ്പോഴായിരിക്കും അയ്യോ പപ്പായുടെ ബർത്ത്ഡേ എന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അല്ലെ അമ്മയുടെയൊക്കെ ബർത്ത്ഡേ എന്നാന്ന് ചോദിക്കുമ്പോൾ അയ്യോ അത് കഴിഞ്ഞു പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ, അപ്പോൾ ഇത് എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്തോഷമുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞങ്ങളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഫ്രണ്ട്സായിരുന്നു. നമുക്ക് സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചു തന്ന് നമ്മൾ അടിപൊളിയാക്കി സെറ്റാക്കി എടുത്തത് ഇവന്മാരായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇവന്മാർ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ടി കൊറിയോഗ്രാഫിയൊക്കെ ചെയ്ത് സ്റ്റെപ്പൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് നമ്മളത് പഠിച്ചു കഴിഞ്ഞ് അവരിവിടെ വന്ന് നമ്മൾ ഒരുമിച്ച് കളിച്ച് സെറ്റാക്കി. എന്തായാലും നല്ല നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ആ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റുള്ള നല്ല ഫുഡായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. ആർക്കും ഒരു എന്താ പറയുക അത് കൊള്ളില്ല അല്ലെ ഇത് കൊള്ളില്ലായിരുന്നു അങ്ങനെ പറയാനായിട്ട് ഒരു മനുഷ്യരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നല്ല ഫുഡായിരുന്നു. ലൂക്കാസിന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ബർത്ത്ഡേക്ക്. അവന് അത്രയും മണിക്കൂർ, ഒരു 3-4 മണിക്കൂറൊക്കെ ഇങ്ങനെ കരയാതെ ഇങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കുറേ ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും. എല്ലാം കൂടി എനിക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് ഗെയ്സിനെ അങ്ങോട്ട് കാണുന്നത് ഞങ്ങൾ ഫുള്ള് എല്ലാവരും കയറി ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കയറി ഡാൻസ് കളിച്ച് അടിപൊളിയായിരുന്നു. അങ്ങനെ ലൂക്കാച്ചൻ്റെ ബർത്ത്ഡേ നല്ല അടിപൊളിയായിട്ടായിരുന്നു കഴിഞ്ഞത്. അതിനെനിക്ക് ദൈവത്തോടാണ് ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദിയുള്ളത്. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു എനിക്ക് ലൂക്കാച്ചൻ്റെ ബർത്ത്ഡേ ഒരുപാട് ഭംഗിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നടത്താൻ പറ്റണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ദൈവം അതേപോലെ തന്നെ സാധിച്ചു തന്നു.
എനിക്ക് ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണത്. ഞാൻ അങ്ങനെ കാണുന്നത് ദൈവത്തിൻ്റെ അടുത്ത് നിന്നുള്ളൊരു ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് ഞാൻ കാണുന്നത്. എനിക്ക് ലൂക്കാസിൻ്റെ ബർത്ത്ഡേ ഇത്രയും അടിപൊളിയായിട്ട് നടത്താൻ പറ്റിയത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. ഗൈസ്, അതുപോലെ ഞാൻ ഈ വീഡിയോ ഫസ്റ്റ് പോസ്റ്റ് ചെയ്തപ്പോൾ യൂട്യൂബിൽ നിന്ന് എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ഡാൻസിനൊക്കെ ഒറിജിനൽ ആ ഒരു വീഡിയോയുടെ സോങ് തന്നെ ഇതിൽ അപ്ലോഡ് ചെയ്തതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ ഇതിലുള്ള ഡാൻസിൻ്റെയൊക്കെ സോങ്സൊക്കെ മാറ്റിയിട്ട് നമുക്ക് യൂട്യൂബ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.